Good afternoon all. Today we are going to learn 9th Standard Geography Chapter 2 വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ആണ് നമ്മൾ 2 ക്ലാസ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നാണ്. കാലാവസ്ഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ശൈത്യകാലം എന്താണെന്ന് നോക്കാം. എന്താണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ശൈത്യകാലം എന്ന് നമുക്ക് നോക്കാം. അതായത് ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉത്തരേന്ത്യയിൽ ഏത് മാസത്തിലാണ് ശൈത്യകാലം എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഏത് മാസമാണ്? നവംബർ മാസം എന്ന് ഓർത്തുവെക്കും. അതുപോലെ ഉത്തരേന്ത്യയിലെ തണുപ്പേറിയ മാസങ്ങൾ എന്നറിയപ്പെടുന്നത് ഡിസംബറും ജനുവരിയുമാണ്. അപ്പൊ ഏതാണ്? ഡിസംബറും ജനുവരിയാണ് തണുപ്പേറിയ മാസങ്ങളെന്നും ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഈ കാലയളവിലാണെങ്കിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വളരെയധികം ശൈത്യം അനുഭവപ്പെടുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അതിശൈത്യം ഈ ഡിസംബറിലും ജനുവരിയിലും അനുഭവപ്പെടുന്നതെന്ന് നോക്കാം. അതായത് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടും തണുപ്പ് അധികരിക്കാം. ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റുണ്ടാക്കാൻ കാരണമാകുന്നു. അതുകൊണ്ടും തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നു. അതുപോലെ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നത് കൊണ്ടും ഈ ശൈത്യകാലം വളരെയധികം തണുപ്പായി മാറുന്നുണ്ട്. അതുപോലെ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം കാരണവും ശൈത്യം വളരെയധികം കടുക്കാനുള്ള കാരണമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? നേരിയ തോതിൽ മഴയും ലഭിക്കുന്നുണ്ട് എന്നാണ് നിഗമനം. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ശൈത്യകാലത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ അതായത് ശൈത്യകാലം കടുത്തു വരുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഉഷ്ണകാലം എന്താണെന്ന് നോക്കാം. അതായത് മാർച്ച് മാസത്തോടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. ഏത് മാസത്തോടെയാണ്? മാർച്ച് മാസത്തോടെയാണ്. എന്നിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏത് കാലത്താണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് എന്നാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണെന്ന് ഓർത്തുവെക്കുക. എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലായി ചൂട് അനുഭവപ്പെടുന്നത്. അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം വളരെയധികം കഠിനമായിരിക്കും. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എങ്ങനെയായിരിക്കും? താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ഈ കാറ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനിലയെ ഗണ്യമായി ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശുന്ന ആ കാറ്റിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ലൂ എന്ന് ഓർത്തു വെക്കുക. ലൂ എന്ന് പറയുന്ന കാറ്റാണ് അതിശക്തമായിട്ട് വരണ്ട ഉഷ്ണക്കാറ്റായിട്ട് വീശുന്നത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും? ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുകയും ചെയ്യുന്നു. അതുപോലെ പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. അതുപോലെ ഇത്തരം കാറ്റുകൾ എന്ത് ചെയ്യും? ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും എന്ത് ചെയ്യും? ആളുകൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു? അത്യുഷ്ണം അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? സമുദ്രത്തിൽ നിന്നുള്ള അകലം കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മൾ അടുത്ത് പഠിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് എന്താണെന്നാണ്.
അതായത് മാർച്ച് മാസത്തോടെ എന്ത് ചെയ്യുന്നു, താപനില ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് ഓർക്കുക. രണ്ട് ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ശാഖകളായാണ് ഏത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ഓർത്തുവെക്കുക. അപ്പം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, പർവ്വതനിരകൾ, ഉത്തരേന്ത്യൻ സമതലം, അതായത് മൺസൂൺ കാറ്റുകളാണ് ഈ ഒരു മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലപ്പോ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രണ്ട് ശാഖകളിൽ ഒന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ. എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ അറബിക്കടൽ ശാഖ എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. അപ്പോ എന്താണ്, സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായി പിരിയുന്നു. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. അടുത്തത് പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ, ഇങ്ങനെ രണ്ട് ശാഖകളാണ്. ഏതൊക്കെ? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയാണ് രണ്ട് ശാഖകളെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതിന്റെ ബംഗാൾ ഉൾക്കടലിന്റെ രണ്ട് ഉപശാഖകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. അതുപോലെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാണ് ഏതൊക്കെ? പശ്ചിമ ബംഗാൾ, അതുപോലെ ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. പിന്നെയുള്ളത് അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോ അടുത്തത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം. അപ്പോൾ ഏതു മുതൽ ഏതുവരെ നീളുന്ന കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം ഏതു മുതൽ ഏതുവരെയാണ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ് എന്ന് ഓർത്തു വയ്ക്കുക. നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് സൂര്യന്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യുന്നു? ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. ഇത് കാരണം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് എന്ത് സംഭവിക്കും? ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. അതുപോലെ ഈർപ്പരഹിതമായ ഈ കാറ്റ് എന്ത് ചെയ്യും? വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്തെന്ന് മനസ്സിലായല്ലോ. അതായത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലത്ത് എന്ത് ചെയ്യും? ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് എന്ത് ചെയ്യും? വടക്കുകിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കുക. നല്ല പോലെ വായിച്ചു വെക്കുക, ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ. അതുപോലെ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ എന്ത് ചെയ്യും? കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഒക്ടോബർ ചൂടെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമ്പോൾ ആ കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് ഒക്ടോബർ ചൂട് എന്ന് ഓർത്തു വയ്ക്കുക.
അപ്പൊ അതുപോലെ ഇന്ത്യ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ? ഉത്തരേന്ത്യൻ സമതലങ്ങൾ, അതായത് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ മൺസൂൺ കാറ്റുകൾ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കി വെക്കുക. ലെറ്റസ് മൂൺ. അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതായത് ഏറെക്കുറെ വൈവിധ്യമാണ് ഇവിടുത്തെ സസ്യജാലങ്ങൾക്കെന്നാണ് പറയുന്നത്. അതായത് ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ വൈവിധ്യത്തിന് കാരണമെന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? നൈസർഗിക സസ്യമേഖല എന്ന് ഓർത്തുവെക്കുക. അതാണ് മനുഷ്യരെ സഹായം ഇല്ലാതെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ വളരുന്നു. ആ പ്രക്രിയയാണ് നൈസർഗിക സസ്യജാലങ്ങൾ അല്ലെങ്കിൽ നൈസർഗിക സസ്യ ഇനങ്ങൾ. അതൊക്കെയാണെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഉഷ്ണമേഖല മുൾക്കാടുകൾ വരും. മൂന്നാമത്തത് ചതുപ്പുനില വനങ്ങൾ. അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പു നിലവനങ്ങൾ. ഇത്രയും ഓർത്തു വെക്കുക. അതുപോലെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ എന്ത് ചെയ്യാം? നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നും രണ്ടാമത്തത് ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നും. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നിവയാണ്. അതായത് 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് നല്ലപോലെ നോക്കുക. ഏതാണ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് ഓർത്തുവെക്കുക. അതുപോലെ വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ എന്ത് ചെയ്യുന്നു? ഈ സസ്യങ്ങൾ ഇല പൊഴിക്കും. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇല പൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് വരണ്ട ഇലം പൊഴിയും വനങ്ങൾ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശിലെ സമതലങ്ങളിൽ, അതുപോലെ ബീഹാറിലുമാണെന്ന് ഓർത്തുവെക്കുക. അടുത്തത് 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ് ഭാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്രമായ ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എവിടേക്കാണ്? സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങളിലേക്കാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എന്ന് ഓർത്തുവെക്കുക. തേക്ക്, സാൽ, ശീശം, അതുപോലെ മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ് എന്നും അതും വായിച്ചു വെക്കുക. അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ എന്ത് ചെയ്യും? കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അപ്പോൾ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലത്താണ് തേക്കൊക്കെ കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ പുൽമേടുകളും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കൈവരുന്നു. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകളും ഉഷ്ണമേഖല മുൾക്കാടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എങ്ങനെയാണ്? സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക, ഉഷ്ണമേഖല മുൾക്കാടുകൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ്? അതായത് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലാണ് അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെയാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നതെന്ന് ഓർത്തുവെക്കുക. അതുപോലെ പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് ഓർത്തുവെക്കുക. അവിടെയുള്ളതാണ് ബാബുൽ, ബർ, വന്യ, ഈന്തപ്പനകൾ, ഖൈർ, അതുപോലെ തന്നെ വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങൾ എന്നും ഓർത്തുവെക്കുക. ഏതൊക്കെയാണ്?
അതായത് ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ബാബുൽ, ബർ, വന്യ, ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, ഖെജ്രി, പലാസ് തുടങ്ങിയവയാണ്. അതുപോലെ 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ലുവിഭാഗങ്ങളും അടിക്കടിയായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ അവിടെ പ്രധാനമായി കാണപ്പെടുന്ന പുല്ലുവിഭാഗമാണ് ടസോക്കി എന്നും ഓർത്തുവെക്കുക. അതുപോലെ തന്നെ രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, അതുപോലെ ശുദ്ധജല തടാകങ്ങൾ, അതുപോലെ ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പു നിലവനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചതുപ്പു നിലവനങ്ങൾ എന്താണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ പശ്ചിമ ബംഗാൾ ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശത്തെയാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. ഇവിടെ നിബിഡമായി സുന്ദർബൻ കാണപ്പെടുന്നു. അതായത് സ്വാഭാവിക സസ്യജാലങ്ങളെയാണ് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രോവ്സ് എന്നറിയപ്പെടുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. അപ്പോൾ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം എന്നറിയപ്പെടുന്നത് ഈ സുന്ദർബൻ ആണ്. അതുപോലെ തന്നെ എന്താണ് സുന്ദർബൻ എന്ന് ഓർത്തുവെക്കുക. അവിടെ കാണുന്ന ജീവിവർഗം ഏതാണ്? ബംഗാൾ കടുവകളാണ്. പിന്നെ മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങളും കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ പ്രദാനം ചെയ്യുന്നു. അതുപോലെ വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽ കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ളത് സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികളാണ് എന്ന് ഓർത്തുവെക്കുക. അതിവിടെ കൊടുത്തിട്ടുണ്ട്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശം, സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം, സുന്ദരി, കണ്ടൽ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് കണ്ടൽ കാടുകൾ നൈസർഗിക സസ്യജാലങ്ങളാണ് ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ള. പർവ്വതവനങ്ങൾ, ഉഷ്ണമേഖലയിലെ പൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ഉത്തരേന്ത്യൻ സമതല, ഇതൊക്കെയാണ് ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. Don't forget to watch my channel. If you like my channel, please like, share and subscribe. Okay. Thank you. See you again.